നമുക്ക് കാന്താരയിൽ നമുക്ക് ഒരുപാട് VFX വർക്ക് ഉണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് ചലഞ്ചിങ് ഷോട്ട്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു നോർമലി ഒരു സിനിമയാണെങ്കിൽ പോലും VFXന്റെ സാന്നിധ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് ഇപ്പോൾ മലയാളത്തിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ നെയ്മർ എന്ന് പറഞ്ഞ പടമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെയ്മർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു ഫുട്ബോൾ പരിപാടിയാണ്. അപ്പോൾ കുറച്ച് എന്തായാലും നല്ല VFX ഉണ്ടാവും. കുറച്ച് നമ്മൾ അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷനിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞ നെയ്മറിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. പിന്നെ എല്ലാ ടീമും അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മളിത് അറിഞ്ഞു വന്നപ്പോൾ സർപ്രൈസ് കൊടുക്കില്ല. പക്ഷെ അതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാൻ ഇന്ത്യൻ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും അതൊരു എനിക്ക് തോന്നുന്നു ഏജ് കാറ്റഗറി ഇല്ലാന്ന് തോന്നുന്നു നെയ്മറിന്. എനിക്ക് തോന്നുന്നതാണ് ആക്ച്വലി. ഇപ്പോൾ വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു പേരാണ് നെയ്മർ. നെയ്മർ അഡ്വർടൈസ് ചെയ്യുന്ന തന്നെ ഒരു പാൻ ഇന്ത്യൻ ചിത്രം എന്നാണ്. എന്താണ് നെയ്മറിന്റെ എന്താണ് നെയ്മർ? ഞങ്ങള് സത്യം പറഞ്ഞ ഞാൻ ഇതില് ഫ്രണ്ട്ലിയായിട്ട് സുധിയായിട്ടും ഉദയനായിട്ടും അതുപോലെ ആൽബിച്ചേട്ടനായിട്ട് ഞാൻ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ടില്ല DOP ആയിട്ട്. നെയ്മർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു ഫുട്ബോൾ പരിപാടിയാണ്. അപ്പോൾ കുറച്ച് എന്തായാലും നല്ല VFX ഉണ്ടാവും. കുറച്ച് നമ്മൾ അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷനിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞ നെയ്മറിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. പിന്നെ എല്ലാ ടീമും അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മളിത് അറിഞ്ഞു വന്നപ്പോൾ സർപ്രൈസ് കൊടുക്കില്ല. പക്ഷെ അതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാൻ ഇന്ത്യൻ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും അതൊരു എനിക്ക് തോന്നുന്നു ഏജ് കാറ്റഗറി ഇല്ലാന്ന് തോന്നുന്നു നെയ്മറിന്. എനിക്ക് തോന്നുന്നതാണ് ആക്ച്വലി. അത് ഫുട്ബോളിന് ആരാധകർ ഏജ് കാറ്റഗറി ഇല്ലാണ്ട് ആരാധകരുള്ളത് പോലെ തന്നെ നെയ്മറിനും അതേപോലെ തന്നെ ആരാധകർ ഉണ്ടാവുന്നതാണ് പ്രതീക്ഷ. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് സസ്പെൻസ് പറയാനായിട്ട് ഇപ്പോഴല്ല. അതതിന്റെ കാര്യങ്ങളും അതിന്റെ ടീസറും ട്രെയിലറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഞങ്ങളായിട്ട് ഇതിൽ സസ്പെൻസ് പറയത്തില്ല.